ഇലക്ഷൻ നല്ല ചൂട് തന്നെയാണ് പോണത്. ഇടതുപക്ഷത്തിന് നല്ല പ്രതീക്ഷയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് പൊന്നാനി ഇത്തവണ. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതായത് KS സംസ്ഥാന എന്ന് പറഞ്ഞ വ്യക്തി ലീഗിൻ്റെ, അതായത് നല്ലൊരു ലീഗ് പ്രവർത്തകനായിരുന്നു, അതുപോലെ സമസ്തൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കി എന്നാണ് പറഞ്ഞത്. എന്തിനു പുറത്താക്കിയ ലീഗ് വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല, നേതൃത്വം തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാണ് പുറത്താക്കിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ നേതാക്കന്മാരാണ്, അതായത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് പ്രവർത്തിക്കണ ആൾക്കാരെ നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ കൂടുന്ന വികസനങ്ങൾ എണ്ണി പറയാമെന്ന് പറയുന്നുണ്ട്. എണ്ണി പറയട്ടെ, എത്രത്തോളം ട്രെയിനുകളോട് നിർത്താൻ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് റെയിൽവേനെ ചേർന്നെടുക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് ബോംബെ, ഡൽഹി അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. 32 ട്രെയിനുകളോടെ സ്റ്റോപ്പില്ല. 2-3 ട്രെയിനുകൾ മാത്രമാണ് സ്റ്റോപ്പ് അനുവദിക്കാൻ. മലപ്പുറത്ത് ഏറ്റവും വലിയ സ്റ്റേഷനാണ് തോന്നുന്നത്. അതെ, മലപ്പുറം ജില്ലയിലെ ആകെ വരുന്ന ഏറ്റവും വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വർഷം, 60 വർഷത്തോളമായിട്ട് ഇവിടെ ലീഗിൻ്റെ കയ്യിൽ കിടക്കുന്ന സീറ്റാണ്. ഒരു വർഷം മാറി നോക്കട്ടെ, ഒരു 5 വർഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം കൊടുത്തു നോക്കാം.